ഋഷി ശ്രീലക്ഷ്മി ആരാണെന്ന് അറിയാത്തതുപോലെ നിഹാരികയോട് ചോദിച്ചു. പുറത്ത് റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യുന്ന സ്ത്രീ ആരാ? സർ, അത് ശ്രീലക്ഷ്മി, വർമ്മ ഗ്രൂപ്പിന്റെ MD-യാ. അവർക്ക് നമ്മുടെ കമ്പനിയുമായി ടൈപ്പ് ചെയ്യണമെന്നുണ്ട്. അതിനായിട്ടുള്ള പ്രപ്പോസലുമായിട്ട് വന്നത്. അതിനായിട്ട് അവർ സാറിനെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. വേണ്ട, താനൊരു കാര്യം ചെയ്യും, അവളുടെ ഫയൽ വാങ്ങിക്കൊണ്ടു വാ. ഓക്കെ സർ. ഋഷി പറഞ്ഞത് കേട്ട് നിഹാരിക ശ്രീലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നു. മേഡം, സാറ് കുറച്ച് ബിസിയാ. മാമിന്റെ ഫയല് തരാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമായിരുന്നു. ഈ പ്രപ്പോസൽ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഇപ്പൊ സാറ് ബിസിയാ. നിങ്ങൾ ഫയല് തന്നാ സാറ് നോക്കിക്കോളും. നിഹാരിക അത് നിരസിച്ചു. ശ്രീലക്ഷ്മി മനസ്സില്ലാ മനസ്സോടെ ഫയൽ നിഹാരികയെ ഏൽപ്പിച്ചു. ഓക്കെ മാം, ഓക്കെ. ഇത്രയും ബിസിയായ ഒരാളെ താൻ എങ്ങനെ കാണാനാണ്? ഈ ഡീൽ നടക്കുമോ അതോ ഇല്ലയോ? എല്ലാം ചിന്തിച്ചുകൊണ്ട് അവൾ മാനേജറെ കോൾ ചെയ്തു. മിസ്റ്റർ നാരായണൻ, നമുക്ക് വല്ല സെക്കൻഡ് ഓപ്ഷൻസും ഉണ്ടോ? എന്തു പറ്റി മാഡം? അദ്ദേഹമായിട്ടുള്ള മീറ്റിംഗ് നടന്നില്ലേ? ആക്ച്വലി പേഴ്സണലി മീറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല. അദ്ദേഹം ഫയല് തരാൻ ആവശ്യപ്പെട്ടു. ഇതിന് നടക്കോ ഇല്ലയോ എന്നറിയില്ല. അതാ ഞാൻ ഓൾട്ടർനേറ്റ് ഓപ്ഷൻ ചോദിച്ചത്. നമ്മുടെ കയ്യിൽ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല മാഡം. വി നീഡ് ടു ക്രാക്ക് ദിസ് ഡീൽ അർജന്റ്ലി മാം. യാ സർ. യാ. ആക്ച്വലി ഈ ഡീൽ കൊള്ളാം, നമുക്കിതിൽ വർക്ക് ചെയ്യാം. സർ, സാറിന് ഈ കമ്പനിയെ കുറിച്ച് അറിയാമോ? ഇല്ല, അതെന്താ താൻ അങ്ങനെ ചോദിച്ചേ? ഒരു CEO ഇത്രയും പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതും ആ കമ്പനിയുമായി ഒരു മീറ്റിംഗ് പോലും വെക്കാതെ. എനിക്കെന്തോ ഒരു അത്ഭുതം. എനിക്ക് ഈ പ്രപ്പോസൽ നല്ലതായി തോന്നി. ഐ ഡോണ്ട് നീഡ് ടു ടോക്ക് ടു ദം. ദാ ഓക്കെ സർ. അവര് നമ്മുടെ ഫയല് തിരിച്ചയച്ചു. വിൽ ഹാവ് ടു ലുക്ക് ഇൻ ടു അനദർ ഓപ്ഷൻ. ഞാൻ കുറച്ചു കഴിഞ്ഞ് വിളിക്കാം. നിഹാരിക ഫയൽ ശ്രീലക്ഷ്മിയെ ഏൽപ്പിച്ചു. ഫയൽ തുറന്ന ഉടൻ അവളുടെ മുഖം ബൾബ് പോലെ പ്രകാശിച്ചു. ഈ ഫയലില് സൈൻ ഉണ്ട്. അതിനർത്ഥം നമ്മുടെ ഡീല് ഫൈനലൈസ്ഡ് ആയെന്നല്ലേ? ഒരു ഫയൽ ഇത്രയും പെട്ടെന്ന് സൈൻ ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. മേ ബി യു ആർ പുള്ളിങ് ദ റൈറ്റ് സ്ട്രിങ്സ്. വാട്ട് ഡു യു മീൻ? ഐ മീൻ, നിങ്ങൾ കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് ടൈമിലാണ് വന്നത്. ലക്ക് നിങ്ങൾക്കാണ് മാഡം. ഞങ്ങൾ നിങ്ങളോടൊത്ത് വർക്ക് ചെയ്യാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യും. ഓക്കെ, എനിക്ക് അദ്ദേഹത്തിനോടൊന്ന് സംസാരിക്കണമായിരുന്നു. അതിന് സാധിക്കോ? സോറി മാം, സാർ ഇപ്പോ ബിസിയാ. കാണാൻ സാധിക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇതും പറഞ്ഞുകൊണ്ട് നിഹാരിക അവിടെ നിന്നും പോയി. ഋഷിയെ കാണാൻ സാധിക്കാത്തതിൽ അവൾക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. പക്ഷേ പ്രപ്പോസൽ സക്സസ് ആയതിൽ അവൾ ഒരുപാട് സന്തോഷിച്ചു. കുറച്ചു സമയത്തിൽ അവളും അവിടെ നിന്ന് പോയി. അവൾ അവിടെ ഇല്ല എന്ന് ഉറപ്പാക്കിയ ശേഷം ഋഷി അവന്റെ ക്യാബിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഹലോ. ആ പറയൂ. തീർച്ചയായും തീർച്ചയായും ഞാൻ സൈൻ ചെയ്യാം. എക്സ്ക്യൂസ് മീ സർ, സാറുമായി ഒരു ഓൺലൈൻ മീറ്റിംഗിനായിട്ട് അമേരിക്കയിൽ നിന്നും ജപ്പാനിൽ നിന്നുമുള്ള ഡെലിഗേറ്റ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് നമ്മളുമായി ഒരു ഡീൽ സൈൻ ചെയ്യണം. അതേസമയം മറന്നുവെച്ച അവളുടെ ബാഗ് എടുക്കാനായി ശ്രീലക്ഷ്മി അവിടേക്ക് വന്നു. അവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി. അവനെ അവിടെ കണ്ട ശ്രീലക്ഷ്മി ഞെട്ടിപ്പോയി. അവളെ കണ്ട ഋഷി പേടിച്ചു. അവനാണ് ആ കമ്പനിയുടെ CEO എന്ന് അവൾ തിരിച്ചറിയും. നീ എവിടെ പോയി ചത്തു? സോറി, എന്താ നിങ്ങൾക്ക് വേണ്ടത്? ആരെ കാണാനാ നിങ്ങൾ വന്നത്? ഋഷിൻ വർമ്മ സർ ഇവിടെയുണ്ടോ? ഋഷിൻ വർമ്മ സാറോ? നിങ്ങൾക്ക് അഡ്രസ്സ് മാറിയതായിരിക്കും. ഞാൻ കറക്റ്റ് അഡ്രസ്സിലാണ് വന്നത്. ഞാൻ ശരത്തിന്റെ കമ്പനിയിലെ CEO ആണ്. നിങ്ങളുടെ ഭർത്താവിന്റെ പേര് മാധവൻ എന്നല്ലേ? നിങ്ങൾ ദേവയാനിയല്ലേ? നിങ്ങളുടെ മകൾ ശ്രീലക്ഷ്മി അല്ലേ? അതെ, പക്ഷേ ഈ വർമ്മ ആരാ? നിങ്ങളുടെ മരുമകന്റെ പേര് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് എന്റെ മരുമകനെ അറിയോ? പക്ഷെ അവന്റെ പേര് വേറെ എന്തോ ആയിരുന്നല്ലോ. അവനത് മാറ്റിയോ? നോക്കൂ മാഡം, എനിക്കൊന്നും കേക്കണ്ട. നമ്പർ 1 ഫ്രോഡാ അവൻ. അവനുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. എന്റെ മകളെ കള്ളം പറഞ്ഞ് പറ്റിച്ച് വിവാഹം കഴിച്ചതാ അവൻ. നിങ്ങളുടെ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ലോൺ ആരാ തന്നത്? അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ആസ്തി എന്താണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ ഇപ്പൊ എണ്ണി തുടങ്ങിയാല് ജീവിതകാലം മുഴുവൻ എണ്ണിയാലും തീരില്ല. അദ്ദേഹത്തിന്റെ കീഴിൽ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ? എന്താണ് നിങ്ങളുടെ മരുമകന്റെ ജോലിയെന്ന് നിങ്ങൾക്കറിയോ?
ഇങ്ങനെ ഒരാൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഇവിടെ സാറിനെ കണ്ട് കമ്പനിയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നതാ. നോക്ക്, നിങ്ങൾ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഷട്ട് അപ്പ്. ജസ്റ്റ് ഷട്ട് അപ്പ്. തെറ്റിയത് എനിക്കല്ല, നിങ്ങൾക്കാ. വേണമെങ്കിൽ നമ്മുടേതുപോലെ 100 കമ്പനികൾ തുടങ്ങാൻ അദ്ദേഹത്തിന് കഴിയും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരനാണ് അദ്ദേഹം. ഇത്രയും വലിയൊരു കോടീശ്വരൻ എന്തിനാ ഇത്രയും ചെറിയ വീട്ടിൽ താമസിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം പ്രണയത്തിന് വേണ്ടിയാണ്. അദ്ദേഹം തന്റെ പ്രണയിനിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തു. എന്റെ മരുമകൻ ഇത്രയും വലിയ... നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമായിട്ടില്ലെങ്കിൽ അകത്തേക്ക് പോയി TV തുറന്ന ബിസിനസ് ചാനൽ ഒന്ന് വെച്ച് നോക്ക്. എല്ലാം മനസ്സിലായിക്കോളും. ബ്രേക്കിംഗ് ന്യൂസ്. പ്രൈം മീഡിയ CEO ഋഷിൻ വർമ്മ തന്റെ ആദ്യ പ്രോജക്ട് വർമ്മ കമ്പനിയുമായി കരാറിലൊപ്പിട്ടു. ആരാണ് ഋഷി? അവന്റെ കയ്യിൽ ഇത്രയും പണമുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊരു കല്യാണം അവൻ കഴിച്ചത്? എന്തിനാണ് ഒരുപാട് പേർ അവന്റെ കൂടെ നിൽക്കുന്നത്? എന്തിനാണ് അവരെല്ലാം ഒരുപാട് അവനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കൊക്കെ CEO എന്ത് ഉത്തരമാണ് നൽകുക? ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.